കൂടുതൽ വിവരങ്ങളുമായി ഫോർട്ട് കൊച്ചിയിൽ നിന്നും പ്രവിത ലക്ഷ്മി ചേരുന്നു. പ്രവിത, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? എപ്പോഴാണ് ഉദ്ഘാടന ചടങ്ങ്? നേരത്തെ അറിയിച്ചിരുന്നത് പോലെ തന്നെ ഉദ്ഘാടന ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്നത് ചോറ്റാനിക്കരയിൽ നിന്നുമുള്ള സുഭാഷും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യമാണ്. ഇതിനുശേഷം ഇവിടെ പ്രാദേശിക കലാകാരി കുഞ്ഞിറീത്തയും സംഘവും അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. മുഖ്യമന്ത്രി കൃത്യം 7:30 തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇവിടെ ഉദ്ഘാടന പരിപാടികൾ അരങ്ങേറുന്നത്. ഇപ്പോൾ വേദിയിൽ കാണുന്നത് പോലെ തന്നെ പഞ്ചവാദ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ആളുകൾ, അതായത് രാജ്യത്തെ തന്നെ കലാമാമാങ്കമായ കൊച്ചി മുസ്ലിംസ് ബിനാലെ ഒരു ആഘോഷമാക്കി തീർക്കാൻ ഇവിടെ ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഉദ്ഘാടന ചടങ്ങ് മുഖ്യമന്ത്രി എത്തിച്ചേർന്നാൽ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. 8 മണിയോടെ ആയിരിക്കും ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. മുഖ്യമന്ത്രിക്ക് പുറമെ 4 മന്ത്രിമാരും ഈ ഉദ്ഘാടന ചടങ്ങിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ലോക പ്രശസ്ത കലാകാരി, ലോക പ്രശസ്ത പോപ്പ് ഗായിക MIA എന്നറിയപ്പെടുന്ന മാതങ്കി അവതരിപ്പിക്കുന്ന കലാവിരുന്നായിരിക്കും ഇവിടെ ഒരുങ്ങുക. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ മാന്ത്രിക സംഖ്യകൾ ഒരുമിച്ച് ചേരുന്ന ദിവസമാണെന്ന്. അതായത് 12/12/2012 ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ തന്നെ കൊച്ചി മുസ്ലിംസ് ബിനാലെയുടെ പ്രധാന വേദികളിൽ ഒന്നായ ആസ്പിൻ ബോൾ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയിരുന്നു. കൊച്ചി ബിനാലെ എന്ന് പറയുമ്പോൾ സാധാരണ വിചാരിക്കുക ചിത്രങ്ങളുടെയോ ശില്പങ്ങളുടെയോ പ്രദർശനമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് ഇവിടെ കലാകാരന്മാർ പ്രത്യേക രീതിയിൽ ഒരുക്കുന്ന കലാസൃഷ്ടികൾ, അതായത് അവർക്ക് അനുവദിച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ അവരൊരുക്കുന്ന കലാസൃഷ്ടികളായിരിക്കും ബിനാലെയിൽ ആളുകൾക്ക് കാണാനായി ഒരുക്കുക. ബിനാലെ എന്ന് പറയുന്നത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ 2 വർഷത്തിലൊരിക്കൽ നടക്കുന്നത് എന്നാണ് ബിനാലെയുടെ അർത്ഥം. ബിനാലെയിൽ 88 ലോക പ്രശസ്ത കലാകാരന്മാരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇവർ ഒരുക്കിയിരിക്കുന്ന കലാസൃഷ്ടികളെ നമുക്ക് കാണാം. ഫോർട്ട് കൊച്ചിയിൽ നിന്നും പ്രവിത ലക്ഷ്മി. കൊച്ചിയുടെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ബിനാലെയുടെ 7 വേദികളും. പാരമ്പര്യ തനിമ ചോരാതെയാണ് വേദികൾ സജ്ജമാക്കിയിട്ടുള്ളത്. പാരമ്പര്യത്തിന്റെ പകിട്ടിലാണ് കൊച്ചി ബിനാലെ അണിഞ്ഞൊരുങ്ങുന്നത്. ആദ്യ വേദിയും പ്രധാന വേദിയും ആസ്പിൻ ബോൾ ഹൌസാണ്. 1867 ബ്രിട്ടീഷ് കച്ചവടക്കാരനായ ജോൺ എച്ച് ആസ്പിൻ നിർമ്മിച്ച ഈ മന്ദിരത്തിലെ മുറികൾ കലാകാരന്മാർക്ക് വീതിച്ചു നൽകി കഴിഞ്ഞു, ചരിത്രം കുറിക്കുന്ന കലാപ്രദർശനത്തിനായി. 19ാം ക്ലബിന്റെ പ്രൗഢി വിളിച്ചറിയിച്ചു നിൽക്കുന്ന കൊച്ചിൻ ക്ലബ്ബാണ് 2ാം വേദി. കടലിനോട് കൈകോർത്തു നിൽക്കുന്ന ഈ സ്വകാര്യ മന്ദിരത്തിന്റെ ഒരു ഭാഗമാണ് ബിനാലേക്കായി ഒരുങ്ങുന്നത്. കൊച്ചിൻ ക്ലബിന് എതിർവശത്തെ പരേഡ് ഗ്രൗണ്ടാണ് 3ാം വേദി. സാംസ്കാരികോത്സവവും ഇൻസ്റ്റലേഷനും 3ാം വേദിക്ക് ഉത്സവമാകും. ഫോർട്ട് കൊച്ചിയിലെ ഡച്ച് ബംഗ്ലാവായ ഡേവിഡ് ഹാളാണ് അടുത്ത വേദി. ജൂത വ്യാപാരി ഡേവിഡ് കോഡറുടെ പേരിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1867 നിർമ്മിച്ച ഈ കെട്ടിടമാണ് ബിനാലെയുടെ ആർട്ട് ഗാലറി. കൽവത്തി റോഡിലെ പെപ്പർ ഹൌസാണ് 5ാം വേദി. കായൽക്കാറ്റേറ്റ് നിൽക്കുന്ന പെപ്പർ ഹൌസിൽ ഗാലറി, സ്റ്റുഡിയോ എന്നിവയാണ് ഒരുങ്ങുന്നത്. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ മൊത്തവ്യാപാര കേന്ദ്രമായിരുന്ന ബാസാർ റോഡ് വെയർഹൌസാണ് 6ാം വേദി. നിർമ്മാണത്തിലെ വൈവിധ്യമാണ് 6ാം വേദിയുടെ വിഷയം. കൊച്ചിയുടെ അഭിമാനമായ ദർബാർ ഹാളാണ് നഗരത്തിന് ബിനാലെ ശോഭ പകരുന്നത്. 1850 കൊച്ചി മഹാരാജാവ് നിർമ്മിച്ച ഈ മന്ദിരം സംഘാടകർ തന്നെ മോടി പിടിപ്പിച്ചാണ് ബിനാലേക്കായി ഒരുക്കിയത്. മനോരമ ന്യൂസ്, കൊച്ചി.